ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടൊന്നല്ല, ഒരു കറിയുടെ റെസിപ്പിയാണ്. മുട്ടക്കറി. നിങ്ങൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ഐറ്റം ആയിരിക്കും ഇത്. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണേ. നമുക്ക് പൂരിയുടെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണിത്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടുതൽ വീഡിയോസ് കാണുക കേട്ടോ. അപ്പം ഞാനിവിടെ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ അരിഞ്ഞിട്ടുണ്ട്. ഇതൊരു മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തക്കാളി ഒട്ടും വെള്ളം ചേർക്കാണ്ട് ഒന്ന് ജ്യൂസ് അടിച്ചെടുക്കണം. അതൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാലാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പം ഞാൻ ഏകദേശം 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇവിടെ ചിരകിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരല്പം വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അടിച്ചു കൊണ്ടുവരാം. അതിനുശേഷം ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുത്തിട്ട് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാം. അപ്പം നമ്മുടെ തേങ്ങാപ്പാൽ ഇവിടെ എടുത്തിട്ടുണ്ട്. 1-ാം പാല് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ നേരത്തെ തന്നെ മുട്ട ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് നമുക്കിങ്ങനെ വരഞ്ഞു കൊടുക്കാം. അപ്പോൾ ഓരോ മുട്ടയും എടുത്തിട്ട് ഇതുപോലെ വരഞ്ഞു കൊടുക്കുക. അപ്പം ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന അളവുകളും ഓരോന്നിൻ്റെ അളവും എന്ന് പറയുന്നത് ഒരു 4 പേർക്ക് കഴിക്കാനുള്ള കറിയുടെ അളവാണ്. ഇതിലോട്ടേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മാത്രം വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതായത് നമ്മൾ മീനൊക്കെ പൊരിക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കറി ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്ന പാത്രം തന്നെ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായി വരുന്ന സമയത്ത് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഓരോ മുട്ടയായിട്ട് അതിലോട്ടേക്ക് വെച്ച് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഒരുപാട് അങ്ങ് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മുരിച്ചെടുത്താൽ മതിയാവും. അപ്പം ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇടയ്ക്കൊന്ന് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ മുട്ട ഇവിടെ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതി, ഇത് തന്നെ ധാരാളമാണ്. ഇത് നമുക്ക് മറ്റൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നേരത്തെ മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത പാത്രത്തിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. എക്സ്ട്രാ ഓയിലൊന്നും ചേർത്തിട്ടില്ല. പെട്ടെന്ന് തന്നെ ഈ ഒരു സവാള വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് നേരത്തെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂണോളം വെളുത്തുള്ളി ചതച്ചതും ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി ചതച്ചതുമാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ടേസ്റ്റിന് ആവശ്യമനുസരിച്ചിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ കൂടെ ചേർത്തതിന് ശേഷം ഇതൊന്നും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലോട്ടേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടെ ഇതൊന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ തക്കാളി അരച്ച് ജാറ് കഴുകിയിട്ടുള്ള വെള്ളമാണിത്. അപ്പോൾ അതും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ടേക്ക് ടൊമാറ്റോൻ്റെ ജ്യൂസും കൂടെ, തക്കാളിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഒരു പച്ചമണക്ക് മാറുന്നത് വരെ വേണം വേവിക്കാനായിട്ട്. അപ്പോഴത്തേക്കും ഈ ഒരു ഗ്രേവി കുറച്ചും കൂടെ കട്ടിയായിട്ട് വരും. അപ്പോൾ ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ അധികം തിളപ്പിക്കാനും പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും. അപ്പം നമ്മൾ എടുക്കുന്ന തക്കാളിയുടെ അളവും അതേപോലെ തന്നെ തേങ്ങാപ്പാലിൻ്റെ അളവൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. ഇതിലോട്ടേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി, എത്ര ഗ്രേവി വേണം എന്നുള്ള കണക്കനുസരിച്ചിട്ട് നമുക്ക് തേങ്ങാപ്പാലൊക്കെ കൂട്ടിയെടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ടേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കറി എന്ന് പറയുന്നത് നമുക്ക് ഡിന്നറിനായാലും അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനായാലും, പൂരി ആയിക്കോട്ടെ, ചപ്പാത്തി ആയിക്കോട്ടെ, ഈവൻ പുട്ടിന് പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു കറിയാണിത്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ നമ്മൾ തക്കാളി ഇങ്ങനെ ജ്യൂസ് അടിച്ച് ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് പുളിപ്പുണ്ടാവും. അപ്പോൾ പുളി ഇഷ്ടമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവുന്ന ഒരു കറിയാണിത്. അപ്പം നിങ്ങൾ ഇതുപോലെ മുട്ടക്കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് ഞങ്ങളെ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. ഇതുപോലുള്ള റെസിപ്പീസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത എപ്പിസോഡിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.